നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഞാൻ മീൻ പിടിക്കുന്നത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് നമ്മളെ ചാനലിടാൻ വേണ്ടി മീൻ പിടിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് വെറുതെ ഞാനൊന്ന് ക്യാമറയിൽ പകർത്തിയെന്നേ ഉള്ളൂ. കാരണം ഇത് പകർത്തിയത് അവർ അപകടകാരികളായിട്ട് കടലിനടുത്ത് കളിച്ചത് കൊണ്ടൊന്നല്ല, പക്ഷേ അപകടകരമായ കടലിനോട് അറിയാതെ ചെന്ന് കളിക്കുന്ന നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. ആ മീൻ പിടിക്കുന്ന ധനേശേട്ടൻ്റെ മക്കളാണ് ഇവർ. അവർ വീട് കടലിനെ തൊട്ടടുത്ത് തന്നെ അവരുടെ വീട്. അപ്പോൾ അവർക്ക് കടലിനെ പറ്റി നല്ല അറിവുണ്ട്. ആ കുഞ്ഞുങ്ങൾ കളിക്കുന്നതും നമുക്ക് കാണാം. പക്ഷെ നമ്മളെ കുഞ്ഞുങ്ങൾ കടലിനെ പറ്റി തീരെ അറിയാത്ത, കടൽ തീരെ കാണാത്ത, ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ബീച്ചിൽ വരുന്ന ആളുകളാണല്ലോ വലിയവരെ കൂടെ. പക്ഷെ അവരൊക്കെ കടലിൽ ഇറങ്ങുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, നന്നായി നീന്തം പഠിച്ചവർ പോലും ആണെങ്കിലും വലിപ്പ് എന്ന് പറയുന്നത്, ഇവരുടെ ഭാഷയിൽ അവർ വലിപ്പ് എന്ന് പറയും. വെച്ചാൽ ഉൾവലിയ, കടൽ ഉൾവലിയും. തിരമാലകൾ ചെറുതായിട്ട് നമുക്ക് മുകളിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ആ തിരമാലകൾ ബാക്കോട്ട് പോകും, കടലിലേക്ക് തന്നെ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളെയും വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതെപ്പോഴും ഉണ്ടാവുന്നില്ല, ചിലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര നീന്തം അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് തിരിച്ച് കരയ്ക്ക് കയറാൻ പറ്റൂല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഷൈജേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, എൻ്റെ വീഡിയോയിലൊക്കെ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വല വീശുന്നത്. അദ്ദേഹം ഒരു പ്രാവശ്യം മീൻ പിടിക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിലായിരുന്നു ഞാൻ നിന്നത്. അപ്പോൾ അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോവുക വലയടക്കം. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ്, വിനോദേട്ടൻ മുകളിലേക്ക് കയറി നിന്നോളൂ, ഇല്ലേ കടൽ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ നീന്തി കൂടെ വെച്ചപ്പോൾ എന്നോട് പറഞ്ഞ്, നിങ്ങൾക്ക് തിരിച്ച് നീന്തി കയറാൻ പറ്റൂല, കാരണം വലിപ്പുള്ളത് കൊണ്ട് നിങ്ങൾ എത്ര നീന്തിയാലും കരക്കെടുക്കൂല, കടൽ നിങ്ങളെ നടുക്കേക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ കടലിനെ പറ്റി അറിയുന്ന ആളുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നേരെ കടലിലേക്ക് തന്നെ നീന്തിയിട്ട് റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് കയറി ചെയ്യുക. പക്ഷേ നമ്മളെ സാധാരണക്കാരായ ആളുകൾ ബീച്ചിൽ കുളിക്കുന്ന സമയത്ത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, വലിച്ചിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് ബീച്ചിൽ പോകുന്ന എല്ലാ മാതാപിതാക്കളും വളരെയേറെ ശ്രദ്ധിക്കണം. ഇത് കണ്ട, ആ കുട്ടി ബോൾ പോയി ആ കടലിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് തിരിച്ച് കളിക്കുന്നു. പക്ഷെ നമ്മളെ കുഞ്ഞുങ്ങളാണെങ്കിൽ അത് കടലിലേക്ക് ഇറങ്ങിപ്പോയാലും അതിൻ്റെ പിന്നാലെ ഓടി ആ ബോൾ എടുക്കാൻ ശ്രമിക്കും. അപ്പം എന്ത് സംഭവിക്കും? കടൽ തിരമാലകൾ ആ കുട്ടീനെയും കൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. കുറച്ചു മുൻപ്, ഒരു വർഷം മുമ്പ്, അവിടെ സ്ഥിരമായിട്ട് ഒരു നായനെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്ന ഒരു നല്ല നീന്തൽ അറിയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പോലും ആ സമയത്ത് കടലിൽ വലിച്ചിൽ പെട്ടിട്ട് മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മീനിൻ്റെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ കാണാത്തപ്പോൾ ഞാൻ ഷൈജേട്ടനോട് ചോദിച്ചാണ്, അവരൊന്നും ഇങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ നന്നായി നീന്തറിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ തിരമാലകൾക്കിടയിൽ പെട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അപകടം, അത് ഇതിൻ്റെ ഉള്ളിൽ പതിയിരിക്കുന്ന ഒരു അപകടമാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് ബീച്ചിൽ പോകുന്ന സമയത്ത് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിയുന്നതും കുട്ടികളെ നമ്മൾ തിരമാലകളെ തൊടിയിക്കാൻ വേണ്ടി ശ്രമം നടത്തരുത്. നടത്തിയാൽ അതൊരു അപകടത്തിലേക്ക് എത്തുന്ന വഴിയാണെന്ന് നിങ്ങൾ മുൻകൂട്ടി ഓർക്കണമെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. കാരണം ചെറുപ്പക്കാരായ കുട്ടികൾ പോലും അവിടുന്ന് കുളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നും. കാരണം അവരോട് ഞാൻ പറഞ്ഞ അവർക്കത് ഇഷ്ടപ്പെടില്ല, അവരുടെ കേൾക്കില്ല. അപ്പോൾ ഞാൻ പറയാനും പോവില്ല. ഇത് കാണുമ്പോൾ വല്ലാത്ത വിഷമവും തോന്നാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബീച്ചിൽ പോകുമ്പോൾ, കുഞ്ഞുങ്ങളായിട്ട് പോകുമ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. ആ കുട്ടിയുണ്ടോ ബോൾ എടുക്കാൻ പോകുന്നത് കണ്ടോ നിങ്ങൾ? ആ കുട്ടിക്കറിയാം, ആ കുട്ടി അവിടെ നിൽക്കുക ചെയ്യും. നമ്മളെ കുഞ്ഞുങ്ങളാണെങ്കിൽ ആ ബോളിന് പിന്നാലെ ഓടും. കണ്ടോ? ആ കുട്ടി ആ തിരിച്ച് വന്നപ്പോൾ അതെടുത്ത് കരയ്ക്ക് പോകും. നമ്മളെ കുട്ടികളാണ് നേരെ ബോളിൻ്റെ പിന്നാലെ ഓടി കടലിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരപേക്ഷയാണ്. ഞങ്ങളെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.